പല സുഹൃത്തുക്കളെ, ആദ്യമായി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേരും. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഓണം റിലീസ് പടങ്ങൾ കാണാൻ വലിയ സന്തോഷമായിരുന്നു. കാരണം ഓണത്തിന് വരുന്ന ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ പടങ്ങളെല്ലാം ബിഗ് ബഡ്ജറ്റ് പടമായിരിക്കും ഓണത്തിന് ഇറങ്ങുന്നത്. അതായത് ആരോമലുണ്ണി, പൊന്നാവരം കോട്ട, അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങൾ. പിൽക്കാലത്ത് ലാഭ. അന്ന് ഓണത്തിന് നസീർ സാറിൻ്റെ പടത്തിന് പ്രത്യേക ചേരുവകളിലും ചേർക്കും. പ്രൊഡ്യൂസർമാർ കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കും. ഒരു പ്രത്യേക അനുഭൂതിയോടുകൂടിയാണ് പടങ്ങൾ ഓണത്തിന് ഇറങ്ങുക. സാധാരണ പടങ്ങൾ ഇറങ്ങുന്ന പോലെയല്ല, ഓണത്തിന് കുറച്ചും കൂടി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. മാത്രമല്ല നസീർ സാറിൻ്റെ ഓണത്തിന് 2 ആഴ്ച മുൻപ് തന്നെ പോസ്റ്ററെല്ലാം അടിക്കും, പോസ്റ്ററെല്ലാം ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ തിയേറ്ററിൻ്റെ അകത്ത് സ്റ്റിൽ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവും നസീർ സാറിൻ്റെ പടത്തിൻ്റെ കുറേ രംഗങ്ങൾ. നസീർ സാർ ഇങ്ങനെ ജയഭാരതിയോട് സംസാരിക്കുന്നത്, ഉമ്മറിനെ തല്ലുന്നത്. അത് നമുക്ക് പടം കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും ഇനി ഏതെല്ലാം പടം സീന് വരാനുള്ളതെല്ലാം മനസ്സിലാവും. നോക്കിയാൽ ഈ സീന് കഴിഞ്ഞിട്ടാണെന്നെല്ലാം മനസ്സിലാവും. ആ പോസ്റ്റ് ഇത് നോക്കിയിട്ട്, ഫോട്ടോ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മാത്രമല്ല നസീർ സാറിൻ്റെ ഓണപ്പാട്ടുണ്ടാവും ചില പടങ്ങളിൽ. ഈ ഗാനം മറക്കുമോ എന്നുള്ള പടത്തിലെല്ലാം ഓണപ്പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ എന്നുള്ള പാട്ട് വന്ന്. പിന്നെ തിരുവോണം എന്നുള്ള പടത്തിൽ നസീർ സാറും കമലഹാസനും ഒരുമിച്ച് അഭിനയിച്ച പടം. ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അതിലൊരു ഓണത്തിൻ്റെ പാട്ടുണ്ട്, തിരുവോണത്തിന് തിരുമുൽ കാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട് ശാരദ പാടുന്നത്. പിന്നെ നസീർ സാറിൻ്റെ ഒരു വിഷുക്കണിയിൽ ഓണത്തിൻ്റെ പാട്ടുണ്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി എന്നുള്ള പാട്ട്. അത് വിഷുവിൻ്റെ പടമാണ്, വിഷുക്കണി എന്ന പേര്, പക്ഷേ ഓണത്തിൻ്റെ പാട്ട്. അതിനെക്കുറിച്ച് ഞാൻ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഒരു ചാനലുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് ആ പാട്ട് എഴുതിയത്. അപ്പോൾ ഞാൻ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനോട് ചോദിച്ചു കമൻറ്റ് ബോക്സിൽ, താങ്കൾ വിഷുവിൻ്റെ പടത്തിലെന്ത്, വിഷുക്കണിയിലെന്ത് ഓണത്തിൻ്റെ പാട്ട് എഴുതിയെന്ന് ചോദിച്ചു. വിഷുക്കണിയിൽ വിഷുവിൻ്റെ പാട്ടല്ലേ വേണ്ടത്. അന്നേരം മൂപ്പർ പറഞ്ഞ് മറുപടി അയച്ചിന്, കമൻറ്റ് ബോക്സിൽ തന്നെ മറുപടി ഇടുമല്ലോ. അതിൻ്റെ ഡയറക്ടർ ഞാനല്ല, വിഷുക്കണിൻ്റെ ഡയറക്ടർ ശശികുമാറാണ്. നിങ്ങൾ ശശികുമാറോട് ചോദിച്ചു നോക്കുക. ഞാൻ ആ ചോദ്യം ചോദിച്ചത് ശ്രീകുമാരൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം വിഷുവിൻ്റെ പടത്തിൽ വിഷുക്കണിന്ന് പേരിട്ട വിഷുവിൻ്റെ പാട്ടല്ലേ വേണ്ടത്. അതിലെങ്ങനെ ഓണത്തിൻ്റെ പാട്ട് വന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അതൊരു സംഭവം. പിന്നെ 1976 നസീർ സാറിൻ്റെ 5 പടങ്ങൾ ഓണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. 5 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അജയനും വിജയനും, രാജയോഗം, അമൃതവാഹിനി, വേറെ 2 പടം കൂടിയുണ്ട്, മറന്നുപോയി, 76. അതിനുശേഷം പിന്നെ 5 പടങ്ങൾ ഓണത്തിന് ഒരുമിച്ച് വരുന്ന മമ്മൂട്ടിൻ്റെതാണ് 86, 10 വർഷം കഴിഞ്ഞിട്ട്. അത് ആവനാഴി, പൂവിന് പുതിയ പൂന്തന്നലി, ന്യായവിധി, സായസന്ധ്യ, നന്ദി, വീണ്ടും വരിക. അതിൽ 4 പടം സൂപ്പർ ഫ്ലോപ്പായി, 1 പടം വിജയിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി, ആവനാഴി. അതേ വർഷം ഓണത്തിന് മോഹൻലാലിൻ്റെ 2 പടം ഉണ്ടായി. നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകളും സുഗമോദേവി, അത് 2ഉം വിജയിച്ച പടം. പക്ഷേ ആവനാഴിയോളം അത്ര വിജയിച്ചിട്ടില്ല. ആവനാഴി സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അത് കഴിഞ്ഞാലുള്ള വിജയം നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ, അതിനുശേഷം സുഗമോദേവി. ബാക്കി 4ഉം പരാജയം. അതിൽ പൂവിന് പുതിയ പൂന്തന്നയിൽ ഒരു ഭേദപ്പെട്ട പരാജയം, തകർന്നടിഞ്ഞിട്ടില്ല. ഇതൊക്കെ അന്നത്തെ ചരിത്രം. പിന്നെ ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പഴയ ചരിത്രം പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം, സത്യൻ ഫാനും നസീർ ഫാനും തമ്മിലുള്ളൊരു ഒരു രസകരമായ സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ചായക്കട, പലചരക്ക് കട, അങ്ങനെ കുറേ കടയുണ്ടാവില്ല. അതിൽ ചായക്കട നടത്തുന്ന ആളാണ് കുണ്ടൻ നായർ. കുണ്ടൻ നായർന്ന് മൂപ്പർ ശരിയായ പേര് കുണ്ടൻ തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ തമാശക്ക് പരിഹസിച്ചിട്ട് വിളിക്കുന്നതല്ല, ഇരട്ടപ്പേരല്ല. മൂപ്പർ രജിസ്റ്റർ ചെയ്ത പേരിനെ കുണ്ടൻ എന്നാണ്. അന്നത്തെ കാലത്ത് കുണ്ടെന്നും കോയരെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുണ്ടേട്ടാന്നാണ് വിളിക്കുക. മൂപ്പർ ഒരു കുണ്ടൻ നായർന്നോ. അപ്പോൾ കുണ്ടൻ നായർ ഒരു കടുത്ത സത്യൻ ഫാനാണ്. സത്യൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർ എല്ലാവരോടും അതിനെക്കുറിച്ച് പറയും, കാണണമെന്നെല്ലാം പറയും പോയിട്ട്. നമ്മൾ ചെറുപ്പകാലത്ത് ഇത് പറയുന്ന കേട്ടതാണ്. കാരണം നമ്മൾ ചായക്കടയിൽ അന്നത്തെ പിന്നെ കുറച്ച് വലിയ ചെറുപ്പക്കാർ പറയുന്നത്, നമ്മൾ ചായക്കടയിൽ നമ്മൾ ഇപ്പോൾ ഒരാൾ ഇരുന്ന് സംസാരിക്കും, നമ്മൾ വലിയ ആൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ പോയി നിൽക്കുമല്ലോ, അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. അങ്ങനെ കേട്ട ചരിത്രമാണിത്. അപ്പോൾ സത്യം മാഷ് പടം ഇറങ്ങിയാലോ, പിന്നെ സത്യം മാഷിൻ്റെ പടം ഇറങ്ങുമ്പോൾ ഈ കുണ്ടൻ നായർ ഭയങ്കര
സത്യനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കും ജനങ്ങളോട് വരുന്ന ആൾക്ക്, ചായ കുടിക്കാൻ വരുന്ന ആളെടുത്ത്. അപ്പോൾ ചായ കുടിക്കാൻ വരുന്ന വേറെ പാച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ. പാച്ചൻ ഭയങ്കര ബോഡി ലൈറ്റാണ്. ആ ബോഡി ഒരു 1-2 ഒരുമിച്ച് നേരിടും. അങ്ങനെയുള്ള ഒരു നല്ല ഉറച്ച ശരീരമുള്ള പാച്ചൻ. പുട്ടുപാച്ചെന്നത് മൂപ്പർ പറയുക, പരിഹസിച്ചിട്ട് വിളിക്കുന്ന പുട്ടുപാച്ചൻ, ദേഷ്യം പിടിക്കും പുട്ടുപാച്ചെന്ന് വിളിച്ചത്. അപ്പോൾ പുട്ടുപാച്ച കട്ട നസീർ ഫാനാണ്. നസീറിന് ആരെയും കുറ്റം പറഞ്ഞ് പാച്ചനെ അടിക്കാൻ തന്നെ ചെയ്യും. അങ്ങനെയുള്ള അത്ര ഫാന്. അപ്പോൾ അവിടെ ചാവടിക്കാൻ വരുന്ന ആളെ പുട്ടുപാച്ചൻ കുണ്ടനേര കടയിൽ. അപ്പോൾ കുണ്ടനേർ ഒരു വിഷുവിന് അല്ല ഒരു ഓണത്തിന് നസീർ സാറും സത്യം മാഷും ഒരുമിച്ച് അഭിനയിച്ച ഒരു പടം ഇറങ്ങി. അപ്പോൾ കുണ്ടനേർ പാച്ചനോട് പറഞ്ഞ് കുണ്ടനേർക്ക് കട പൂട്ടിയിട്ട് സെക്കൻഡ് ഷോനൊക്കെ പോവാം. അപ്പോൾ ഒരാൾ പാച്ചനെ പോലത്തെ ഒരു ബോഡിയുള്ള ആളെ കുണ്ടനേർക്ക് പിന്നെ ഒരുമിച്ച് കൂട്ടും സിനിമക്ക് പോകുമ്പോൾ. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരണ്ടേ. അപ്പോൾ പാച്ചനോട് പറഞ്ഞത് നമുക്ക് സത്യൻ്റെ പടം കളിക്കുന്നുണ്ട്, എന്തോ തോക്കുകൾ കഥ പറയുന്നത്, അങ്ങനെ എന്തോ ഒരു പടമാണ്, നമുക്കിന്ന് പോവാം പാച്ചാന്ന് പറഞ്ഞു. പാച്ചൻ പറഞ്ഞു ആ നസീറിൻ്റെ പടം കളിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പം കുണ്ടനേർക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യൻ്റെ പടം എന്ന് പറയുമ്പോൾ പാച്ച നസീറിൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് തിരുത്തിയല്ല. പക്ഷെ കുണ്ടനേരൊന്നും മുണ്ടിയില്ല, പാച്ചനെ കൂട്ടണമല്ലോ സെക്കൻഡ് ഷോന് പോകുമ്പോൾ. അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. അങ്ങനെ കുണ്ടനേർക്ക് സൈക്കിളുണ്ട്. അങ്ങനെ കട കൂട്ടിയിട്ട് 2 സൈക്കിൾ ഡബിൾ എടുത്തിട്ട് 5 കിലോമീറ്റർ അകലെ ഇതുള്ള കൊട്ടക. അങ്ങനെ ആ കൊട്ടകയിലേക്ക് പോയി. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം മാഷ് ആദ്യം കാണിച്ചതിന് കുണ്ടനേർ കൈയടിച്ച്. അത് പാച്ചന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നസീർ സാറിനെ കാണിച്ചതിനെ പാച്ച എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിച്ച്. അത് കുണ്ടനേർക്ക് തീരെ സഹിച്ചില്ല. പിന്നെ പാച്ചൻ നസീർ സാറിനെ കാണുമ്പോൾ കൈയടിക്കാൻ തുടങ്ങി. കുണ്ടനേരെ ക്ഷമ പരീക്ഷിക്കുകയെന്ന് പാച്ചൻ. കുണ്ടനേർ പക്ഷേ ആ സമയത്തൊന്നും മിണ്ടിയില്ല. പടം തീരാനാകുമ്പോൾ കുണ്ടനേർ പാച്ചനോട് പറഞ്ഞു, പിന്നെ ഞാനൊന്ന് ബീഡി വലിച്ചിട്ട് വരുന്നത് പാച്ചാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബീഡി വലിച്ചിട്ട് പുറത്ത് പോയി ബീഡി വലിച്ചിട്ട് പിന്നെ കുണ്ടനേരെ കാണുന്നില്ല. അങ്ങനെ പാച്ച സിനിമ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും വെച്ചാൽ സിനിമ തീരാറായല്ല, ക്ലൈമാക്സിലല്ലേ പോകുന്നു. അങ്ങനെ പാച്ചൻ പടം തീർന്നിട്ടും കുണ്ടനേർ തിരിച്ചു വരുന്നില്ല. പാച്ചന് വേവലാതി, രാത്രിയല്ലേ, ഒറ്റയ്ക്ക് പോകണ്ടേ. അപ്പോൾ പാച്ചൻ പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സൈക്കിളിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ സൈക്കിളുമില്ല കുണ്ടനേറുമില്ല. കുണ്ടനേർ പാച്ചനെ കൂട്ടാതെ പോയി കഴിഞ്ഞ് ഈ ദേശത്തിന്. നസീറിനെ കാണുമ്പോൾ കൈയടിച്ച് കഴിഞ്ഞു. അങ്ങനെ പാച്ചൻ രാത്രി 1 മണിക്ക് ഇരുട്ടത്ത് 5 കിലോമീറ്റർ നടന്നിട്ട് വീട്ടിലേക്ക്, അവിടെ യക്ഷിപ്പാലയിൽ അല്ല യക്ഷി എന്തെങ്കിലും പാലമരമുണ്ട്, അവിടെ യക്ഷി ഉണ്ടാവും എന്നെല്ലാം പറയാം. അപ്പോൾ ഈ രാത്രി യക്ഷി ഉണ്ടാവുന്ന വെച്ച് പാല മരത്തിനോട്ട് ആരും നടന്നിട്ട് പോകില്ല. പക്ഷെ പാച്ചൻ ധൈര്യവാനായതുകൊണ്ട് പാച്ച ഒറ്റയ്ക്ക് നടന്ന് ആ സമയത്ത് പാച്ച യക്ഷിയെ കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, അഭിയോഗം കൂടി ഉണ്ടായിരുന്നു. യക്ഷിയെ നേരിട്ട് കണ്ട് യക്ഷി എന്തോ ചുണ്ണാമ്പിനായിട്ടും ചോദിച്ച് പാച്ച ഞാൻ തിരിച്ചു വരുമ്പോൾ തരാനാട്ടം പറഞ്ഞിട്ട് പാച്ച ഒറ്റ നടത്തുന്നത് തിരിഞ്ഞു നോക്കാണ്ട് പോയി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇതുണ്ടായിരുന്നു. അങ്ങനെ പാച്ചൻ ദേഷ്യം പിടിച്ചല്ലോ. അപ്പോൾ പിറ്റേന്ന് മുതൽ പാച്ചൻ ചായ കുടിക്കാൻ പോക്കില്ല, കുണ്ടനേരായിട്ട് തെറ്റി. അപ്പോൾ പാച്ചനെ കാണാത്തതുകൊണ്ട് സ്ഥിരം വരുന്ന കസ്റ്റമറല്ലേ. അപ്പോൾ ചില ആൾക്കാർ കുണ്ടനേരോട് ചോദിച്ചു എന്ത് പാച്ചനെ കാണാത്ത. അപ്പം കുണ്ടനേർ പറഞ്ഞ് അവന് പണിയും കൂലിയൊന്നും ഇല്ലല്ലോ, ചായ കുടിക്കാൻ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഭയങ്കര പണക്കത്തിലായി. പിന്നീട് ഇവരെ പണക്കം തീർന്നത് കുണ്ടനേരെ മകൻ്റെ കല്യാണം വന്നു. മകൻ്റെ കല്യാണം വന്നേരം കുണ്ടനേർ പാച്ചനെ ക്ഷണിക്കാൻ പോയി. കാരണം അന്നത്തെ കാലത്ത് എത്ര ദേശീയമുള്ള ആളും കല്യാണം വരുമ്പോൾ ക്ഷണിക്കാൻ പോകും. ഇന്ന് ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇന്ന് ദേശീയമുള്ള ആൾ കല്യാണം വരുമ്പോൾ ദേശത്ത് ഉടനെ കല്യാണത്തിന് ക്ഷണിക്കൂല. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ക്ഷണിക്കാണ്ട് വിട്ടാളി. പണ്ടങ്ങനെയല്ല, കല്യാണം വരുമ്പോൾ എല്ലാവരും നല്ല ഇതായിരിക്കും. അങ്ങനെ പാച്ചനെ ക്ഷണിക്കാൻ പോയി. പാച്ചൻ ക്ഷണം സ്വീകരിച്ച് കുണ്ടനേരം മകൻ്റെ കല്യാണത്തിന് പോയി. അങ്ങനെ പണക്കം തീർന്നു. പിന്നീട് പണക്കം തീർന്ന ശേഷം പാച്ച ചായക്കടയിൽ നിന്ന് എല്ലാവരോടും വെളിപ്പെടുത്തിയ കഥയാണിത്. ഇങ്ങനെയാണ് സംഭവം, ഞാനും കുണ്ടനേരും തെറ്റാനുള്ള കാരണം ഇതാന്ന് പറഞ്ഞിട്ട് പാച്ച എല്ലാവരോടും പറഞ്ഞു. അത് പിന്നെ നോട്ടീസ് അടിച്ചവരെ നാട് മുഴുവനും എല്ലാവരും ചെവിയിലും എത്തി. അപ്പോൾ ഞാൻ ഈ ഓണായിട്ട് പഴയ നസീർ ഫാനിൻ്റെയും സത്യം ഫാനിൻ്റെയും ഒരു ചരിത്രം പറഞ്ഞാൽ പണ്ടേ നടന്ന സംഭവം പറഞ്ഞത്. കാരണം ഇങ്ങനെയല്ല അന്നത്തെ കാലത്ത് പല സംഭവങ്ങളും ഇന്ന് ആൾക്കാരെ വിചാരം ഇന്ന് മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ ഫാൻസ് മാത്രമേ തമ്മിൽ അടിക്കുന്നുള്ളൂ. അതല്ല, ഇതിന് പണ്ടേ ഉണ്ട്.
ഇന്നിപ്പോൾ ഇക്ക ഏട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ കാര്യം പോലെ തമ്മിൽ ഫാൻസ് അടി കൂടുന്നില്ലേ? ഇതൊന്നും ഈ പുത്തരിയൊന്നുമില്ല. പണ്ട് കാലം മുതലേ ഉള്ളതാണ്. നസീർ സാർ സത്യം ഭാഷ മുതലേ ഉള്ളതാണ് ഈ ഫാൻസ് അസോസിയേഷൻ്റെ തമ്മിലടി. നസീർ ഫാനാണ് ശ്രീകുമാർ നമ്പിച്ചേട്ടനല്ലോ, സത്യം ഫാന് വേറെയുണ്ട്. അങ്ങനെ കുറേ അന്നത്തെ കാലത്ത് പക്ഷേ നസീർ സാറിനാണ് ആദ്യമായിട്ട് ഫാൻസ് അസോസിയേഷൻ മലയാള സിനിമയിൽ ഉണ്ടായത്. അതിനുശേഷം സത്യം ഭാഷക്ക് ബാക്കിയുള്ള ആൾക്കെല്ലാം വരുന്നത്. ഓക്കെ, ഞാൻ ഒരു ഓണത്തിൻ്റെ ഒരു പഴയ കഥ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയത്. പഴയ ഇത് രസകരമായ ഒരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ഓക്കെ.